പയ്യന്നൂരിൽ CPM-നെ വെല്ലുവിളിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വി കുഞ്ഞികൃഷ്ണൻ. പോരാട്ടത്തിൽ മുന്നോട്ടു പോകുന്നതിന് മത്സരം അനിവാര്യമാണെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. UDF പിന്തുണയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് തന്റെ മത്സരമെന്നും കുഞ്ഞികൃഷ്ണൻ. കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒടുവിൽ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ TI മധുസൂദനെതിരെ മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വി കുഞ്ഞികൃഷ്ണൻ ഒടുവിൽ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. പക്ഷേ ഉയർത്തിയ ആശയങ്ങൾ അത് ഈ മത്സര രംഗത്തേക്ക് വരുമ്പോൾ ഇത് മത്സരത്തിന് വേണ്ടിയായിരുന്നു ഇത് ഉയർത്തിയതൊരു ചർച്ച പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ലേ? അല്ല, പാർട്ടിക്കകത്ത് 4.5 വർഷക്കാലം ഈ വിഷയം നിരന്തരമായി ഉന്നയിച്ച് പരിഹാരം കാണാൻ സാധിക്കാത്ത സന്ദർഭത്തിലാണ് പരസ്യമായി ജനങ്ങളോട് പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ അന്ന് തന്നെ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായിരുന്ന ഫണ്ട് പ്രശ്നം ഉൾപ്പെടെയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം 2026 തെരഞ്ഞെടുപ്പിന് ശേഷം ഉന്നയിക്കാൻ സാധാരണഗതിയിൽ സാധിക്കില്ല. കാരണം 2026 ശേഷം 2026 തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെ ഉന്നയിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വന്ന പ്രശ്നം 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉന്നയിച്ചേ മതിയാകൂ എന്ന ബോധ്യത്തിലാണ് ഇത്രയും കാലം പാർട്ടിക്കകത്ത് പോരാട്ടം നടത്തി ഫലം കാണാത്ത സന്ദർഭത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായത്. TI മധുസൂദൻ അല്ല പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോലും വരുമായിരുന്നില്ല. കാരണം ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പോഴും പാർട്ടിക്ക് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ അത് പരിഗണിച്ച് സ്ഥാനാർത്ഥിയെ മാറ്റിയിരുന്നുവെങ്കിൽ പയ്യന്നൂരിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. മറ്റൊരാളാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടത് എങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുമായിരുന്നില്ല. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ 6 ലക്ഷത്തിലേറെ വോട്ട് നേടിയിട്ടാണ് TI മധുസൂദനൻ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരമൊരു സ്ഥലത്തൊരു അത്ഭുതം കാണിച്ചുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ വിജയിച്ച് വരാൻ വേണ്ടി കഴിയുമെന്നൊരു പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് താൻ ഉയർത്തിപ്പിടിച്ച കാര്യങ്ങൾ ഇവിടുത്തെ അണികൾ വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ട്. ഈ 6 ലക്ഷത്തിൻ്റെ കണക്കിലൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ LDFൻ്റെ ഭൂരിപക്ഷം കേവലം 13,000 വോട്ടിന് താഴെയാണ്. അപ്പോൾ അതൊക്കെ മറിയുക. കേരളത്തിൽ ഈ വിജയപരാജയങ്ങൾ മാറി വരുന്നത്, മുന്നണി മാറി വരുന്നതൊക്കെ ജനങ്ങളുടെ നിലപാടിനനുസരിച്ചാണ്. അതുകൊണ്ട് പയ്യന്നൂരിൽ 50,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിടത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 13,000-ആയി കുറഞ്ഞത്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 വർഷക്കാലം MLA ആയി പ്രവർത്തിച്ചയാൾ പയ്യന്നൂർ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെ സംബന്ധിച്ച്, പാർട്ടി നേതാവ് എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചെല്ലാം നല്ല ധാരണ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് ജനങ്ങളൊരു വിധിയെഴുത്ത് നടത്തും എന്നാണ് ഞാൻ കരുതുന്നത്. കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആശയങ്ങൾ ഇവിടുത്തെ ആളുകൾ അംഗീകരിക്കും, അണികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം മാത്രമല്ല, ഏതെങ്കിലും മുന്നണിയുടെയോ അല്ലെങ്കിൽ ഒരു ഭാഗമാകാൻ അങ്ങനെ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ സർവതന്ത്ര സ്വതന്ത്രനായി മത്സരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ വേണമെന്നതാണ് എൻ്റെ ആഗ്രഹം. ആ നിലയിൽ, കാരണം ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിലേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കൂ. അപ്പം അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ജനങ്ങൾ പിന്തുണക്കാൻ സന്നദ്ധമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല. മുന്നേ ഈ തരത്തിൽ പരസ്യമായി പാർട്ടിക്കെതിരെ വന്ന ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ കേരള സമൂഹം പൊതുവെ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ എന്തെങ്കിലും ആശങ്ക നിലവിലെ സാഹചര്യത്തിലുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാകുമോ? അങ്ങനത്തെ ഒരു ആശങ്കയുണ്ടോ? ആശങ്ക ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഈ വിഷയം, കാരണം ഒരു തരത്തിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. അത് തുടരണം എന്ന് തന്നെയാണ് നിലപാട്. അതിൽ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനമില്ല. ഏതായാലും പയ്യന്നൂരിൽ അത്ഭുതം സംഭവിക്കുന്നതിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഉയർത്തിപ്പിടിച്ച ആശയം അത് പൊതുജനങ്ങൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. K. സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.